ഓഫീസിലെ ഫിറ്റ്നസ് തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ. വാഹനങ്ങൾ കാണുക പോലും ചെയ്യാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വിജിലൻസ് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. തട്ടിപ്പിനെ കുറിച്ച് മന്ത്രിയുടെ ഓഫീസിനും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ല. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇത്രയധികം റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും വാഹനങ്ങൾ പോലും കാണാതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? വിനിത, തീർച്ചയായും ആ ഒരു ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനം. ആരാണ് ഈ രണ്ട് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കാരണം വലിയൊരു ഗുരുതരമായിട്ടുള്ള തട്ടിപ്പാണ് നിലവിലിപ്പോൾ കായംകുളം RTO കേന്ദ്രീകരിച്ച് നടക്കുന്നത്. രണ്ട് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ് ഉടമകളിൽ നിന്നും വലിയ തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് ബസ്സുകൾ കാണാതെ പോലും ഇവർക്ക് ഫിറ്റ്നസ് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വാഹനങ്ങൾക്ക് പോലും ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഫിറ്റ്നസ് നൽകിയതിന്റെ തെളിവുകളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയും ചെയ്തിരുന്നതാണ്. ആഭ്യന്തര വിജിലൻസിന്റെ കണ്ടെത്തലനുസരിച്ച് രണ്ട് ഉദ്യോഗസ്ഥർ വലിയ തരത്തിലാണ് ഇത്തരത്തിൽ പണം വാങ്ങി ഈ സൌകര്യം വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകുന്നത് എന്നുള്ളതാണ്. കായംകുളം RTO ഓഫീസിലെ MVI, അതായത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സിയാദ്, AMVI അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷൈജൻ, ഈ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് ഒരു വലിയ ലോബി തന്നെ സ്വകാര്യ ബസ്സുകൾക്ക് വേണ്ടി സഹായിക്കുന്നതിനു വേണ്ടി പണം വാങ്ങി അവർക്ക് ഫിറ്റ്നസ് നൽകുന്നതിനു വേണ്ടി ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഗുരുതരമായ കണ്ടെത്തലുകളാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ റിപ്പോർട്ട് കൃത്യമായി തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും അതുപോലെ തന്നെ മന്ത്രിയുടെ ഓഫീസിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് വന്ന് 2 മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർ ഇപ്പോഴും തങ്ങളുടെ ആ ഇടങ്ങളിൽ തന്നെ പണിയെടുക്കുന്നു, ആ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതോ ഒരു ഉന്നതൻ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ശരി, അവരെ സംരക്ഷിക്കുന്ന ഉന്നതൻ ആരാണ് എന്നതുകൂടി പുറത്തു വരണം. ഏതായാലും ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്ര ഗുരുതരമായ കണ്ടെത്തലുണ്ടായിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നതാണ് വാസ്തവം. അശ്വിൻ ഡിയാഗോയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി.